ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഇന്ത്യ മാറുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനാ അഭിമാന ദിന സെമിനാറിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേരളത്തിലെത്തി. ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ ബാലികാ ദിനം. പെൺകുട്ടികൾക്കായി മികച്ച അവസരങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. മനുഷ്യരാൽ പ്രവർത്തിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ അന്തർവാഹിനി ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്നത് വെറും സ്വപ്നമല്ല, നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വികസിത രാജ്യമായി മാറുന്നതിനൊപ്പം ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതരത്ന ശ്രീ കർപ്പൂരി ഠാക്കൂറിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബീഹാറിലെ സമസ്തിപൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. एक सपना नहीं है, ये निश्चित होगा संपन्न. 2047 में जब भारत आजादी की शताब्दी मना रहा होगा, भारतवर्ष दुनिया का सर्वश्रेष्ठ देश होगा, विश्व गुरु होगा और विकसित राष्ट्र होगा. ബീഹാറിന്റെ വളർച്ചയ്ക്കായി വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു കർപ്പൂരി ഠാക്കൂർ എന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ലക്നൌവിൽ ഉത്തർപ്രദേശ് സംസ്ഥാന ദിനാഘോഷത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ ബീഹാർ മുഖ്യമന്ത്രിയും ഭാരതരത്ന ജേതാവുമായ കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതിക്കായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചയാളാണ് കർപ്പൂരി ഠാക്കൂർ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി NCC, NSS, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകൾ, ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗക്കാർ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള 2 നിശ്ചല ദൃശ്യങ്ങളും വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവ ഒരുക്കുന്ന 31 നിശ്ചല ദൃശ്യങ്ങളുമാണ് പരേഡിൽ അണിനിരക്കുന്നത്. ഗോത്ര നേതാവായിരുന്ന ബിർസ മുണ്ടയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും 150ാം ജന്മവാർഷിക ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളുണ്ടാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 കലാകാരന്മാർ പരേഡിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീത അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനിടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ച ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കണ്ണൂർ സ്വദേശിയുമായ ഡോക്ടർ KO രത്നാകരൻ ആകാശവാണി വാർത്തകളോട്. രാഷ്ട്രപതിയുടെ അറ്റ് ഹോം റിസപ്ഷൻ പരിപാടിയിലേക്ക് എനിക്ക് ക്ഷണം ലഭിച്ചു. അതിൽ ഞാൻ വളരെയധികം സന്തോഷനാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഭരണഘടനാ അഭിമാന ദിന സെമിനാറിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേരളത്തിലെത്തി. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ കെ സമൃദ്ധി എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള വാർഷിക കലണ്ടറും ശ്രീ അമിത് ഷാ പ്രകാശനം ചെയ്യും. പുതുതായി രൂപീകരിക്കുന്ന 10,000 വിവിധോദ്ദേശ സഹകരണ സൊസൈറ്റികളുടെ പരിശീലന പരിപാടിക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഇന്ന് ദേശീയ ബാലികാ ദിനം.
ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്ത് പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് പൊതു അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് 2008 ജനുവരി 24 മുതൽ ദേശീയ ബാലികാ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ദേശീയ ബാലികാ ദിനത്തിൽ ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന് സംഭാവന നൽകുന്നതിനാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പെൺകുട്ടികൾക്കെതിരെ യാതൊരു വിവേചനവും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാനും അവർക്കായി മികച്ച അവസരങ്ങൾ ഒരുക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യരാൽ പ്രവർത്തിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ അന്തർവാഹിനി ഈ വർഷം അവസാനത്തോടെ ലോഞ്ച് ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഡീപ് ഓഷ്യൻ മിഷന്റെ ഭാഗമായുള്ള അന്തർവാഹിനിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ന്യൂഡൽഹിയിൽ മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ 2ാമത് യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭൂഗർഭ വിഭവങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ആഴക്കടൽ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് അറിവ് വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ ബ്ലൂ ഇക്കോണമി വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഡീപ് ഓഷ്യൻ മിഷൻ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ തുടങ്ങിയവർ ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉത്തം നഗർ, ദ്വാരക തുടങ്ങിയ മണ്ഡലങ്ങളിൽ റോഡ് ഷോകളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മാദിപൂർ മണ്ഡലത്തിൽ മെഗാ റാലിയെ അഭിസംബോധന ചെയ്യും. 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-നാണ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് വിവിധ ചടങ്ങുകളിൽ സംബന്ധിക്കും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മയ്ക്കായി പുത്തഞ്ചേരിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരക മന്ദിരം കേന്ദ്രമന്ത്രി നാടിന് സമർപ്പിക്കും. തുടർന്ന് MT വാസുദേവൻ നായരുടെ വസതിയും മന്ത്രി സന്ദർശിക്കും. ഉത്തർപ്രദേശ് സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ വികസനത്തിൽ ഉത്തർപ്രദേശ് പ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഉത്തർപ്രദേശിനെ പുണ്യഭൂമിയായി വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ 8 വർഷമായി ഉത്തർപ്രദേശ് വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പറഞ്ഞു. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഫിയന്ന ഫോൾ പാർട്ടി നേതാവ് മൈക്കൽ മാർട്ടിനെ തെരഞ്ഞെടുത്തു. ഐറിഷ് പാർലമെന്റിന്റെ ലോവർ സഭയായ ഡെയിലിൽ നടന്ന വോട്ടെടുപ്പിന് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. അസമിലും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഭൂചലനം. ഇന്നലെ രാത്രിയാണ് റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. അബുദാബിയെയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ പദ്ധതിക്ക് അംഗീകാരമായി. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇത്തിഹാദ് റെയിലാണ്. 30 മിനിറ്റിനുള്ളിൽ ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കും. US-ൽ നിയമവിരുദ്ധമായോ താൽക്കാലിക വിസയിലോ താമസിച്ചു വരുന്നവരുടെ കുട്ടികൾക്ക് US പൌരത്വം നിഷേധിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ഒരു ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. 14 ദിവസത്തേക്കാണ് ഉത്തരവ് തടഞ്ഞിരിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായികൾക്ക് കുറഞ്ഞ നികുതി വാഗ്ദാനം ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അല്ലാത്തപക്ഷം നികുതി ഏർപ്പെടുത്തുമെന്നും വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. റേഷൻ വ്യാപാരികളുമായി മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഇന്ത്യ മാറുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനാ അഭിമാന ദിന സെമിനാറിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേരളത്തിലെത്തി. ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ ബാലികാ ദിനം. പെൺകുട്ടികൾക്കായി മികച്ച അവസരങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. മനുഷ്യരാൽ പ്രവർത്തിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ അന്തർവാഹിനി ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.